ഹലോ ഗൈസ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ ലൈഫ് ഓഫ് മെക്സ്. സ്വാഗതം. നമ്മൾ ഇവിടെ നിൽക്കുന്നത് കാസിബോ ഹെറിറ്റേജ് പറഞ്ഞ പുല്ലപ്പള്ളി പാലക്കാട് ഡിസ്ട്രിക്റ്റ് ആണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങൾ കാണാം. ഓക്കെ, പേര് വരുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു വുഡൻ സ്റ്റൈലുള്ള ഒരു ഹെറിറ്റേജ് കോട്ടേജ് ആണ്. എൻട്രി അടിപൊളി, എൻട്രൻസ് അടിപൊളി, സ്റ്റൈലാണ് ആർക്കിടെക്ചർ ഒക്കെ ചെയ്തിരിക്കുന്നത്. രസമുണ്ട്, നല്ല അടിപൊളി പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സെറ്റപ്പാണിത്. വേറൊരു ഫോട്ടോ സ്പോട്ടാണ്. ഇത് നോക്കുന്ന എല്ലാം കംപ്ലീറ്റ് ഫോട്ടോ സ്പോട്ടാണ്. ഇതാണ് നമ്മുടെ റിസോർട്ടിന്റെ പേര്, കാസിബോ ഹെറിറ്റേജ്. അത്യാവശ്യം ഒരു ഹെറിറ്റേജ് സ്റ്റൈലാണെന്നുണ്ടെങ്കിലും നമ്മുടെ പഴയ ഒരു ഗ്രാമീണ വില്ലേജ് ഇന്റീരിയർ പോലൊക്കെയാണ് ഇത് ആർക്കിടെക്ചർ ചെയ്തിരിക്കുന്നത്. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തറവാട്ട് സെറ്റപ്പ് എന്നൊക്കെ പറയട്ടെ, അതേപോലത്തെ കുറെ അസ്തെറ്റിക് ആയിട്ടുള്ള കുറെ ആന്റിക് സാധനങ്ങളൊക്കെ വെച്ചാണ് ഇത് ഫുള്ളി ഫർണിഷ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഗ്യാതറിങ്, സ്മോൾ ഗ്യാതറിങ് അല്ലെങ്കിൽ ഫാമിലി ഫംഗ്ഷൻ ഒക്കെ അടിപൊളി. ഇത് നമ്മുടെ വിന്റേജ് മോഡലാണ്, വോക്സ് വാഗന്റെ. ഏത് മോഡലാണെന്നൊന്നും അറിയത്തില്ല, പക്ഷെ സംഭവം കിടക്കാറ്റി. നല്ല അടിപൊളി ആർട്ടിഫിഷ്യൽ വൈബ്, നല്ല എന്താണ് റിസ്ലിംഗ് പോലത്തെ ഡ്രോപ്പ് കിട്ടുന്ന റെയിനി വൈബാണ് ഇവിടെ കിട്ടുന്നത്. നല്ല രസം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, അടിപൊളി. ആയിട്ട് ചിൽ ചെയ്ത് കുറച്ചു നേരമൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കാമെങ്കിൽ നമുക്ക് നല്ലൊരു റിഫ്രഷ്മെന്റ് ഉണ്ടാവും. നല്ല പ്ലേസ് ആയിട്ടോ, നല്ലൊരു കോർണർ വ്യൂ ആണിത്. നല്ല രസം, അടിപൊളി. വേറൊരു സാധനം കണ്ടേ, ആദ്യം വിചാരിക്കും നമ്മുടെ സൈഡ് മ്യൂസിയത്തിന്റെ ഭാഗമാണ്, പക്ഷെ അടിപൊളി കിടക്കാച്ച് വിന്റേജ് മോഡൽ. അടുത്തിരിക്കുമ്പോ നല്ല കൂളുണ്ട്, നമ്മുടെ സ്വന്തം കാര്യം. റിസോർട്ടൊക്കെ പോയല്ലേ, ശരി. എന്താ പഴയ തറവാട്ട് വില്ലേജ് ആർക്കിടെക്ചറിലാണ് ഫുള്ളി യൂസ് ചെയ്തിരിക്കുന്നത്. വുഡൻ ഇന്റീരിയേഴ്സ് ആണ് എല്ലായിടത്തും. ഇവര് എക്കോ ഫ്രണ്ട്ലി ഒരു തീമാണ് ഇവര് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല രസമുണ്ട്. നല്ല ഫോറസ്റ്റ് ജംഗിൾ തീമാണ് ഇവരുടെ മെയിൻ ബേസിക്. ഇത് ശരിക്കും നമ്മൾ വിചാരിക്കുക കച്ചയാണ്, പക്ഷെ കച്ചല്ല കേട്ടോ, ഇത് ഒരു പ്ലാസ്റ്റിക് ആണ്. എനിക്ക് തോന്നുന്നത് ഇത് അങ്ങേ അറ്റത്തെ വേഷം എന്ന് പറയുന്നത് കത്തി വേഷമാണ്, ദുര്യോധനന്റെ. ഈ നിക്കണ വേഷം ഇത് ഹനുമാന്റെ വെള്ളത്താടി, ഹനുമാന്റെ വെള്ളത്തടിയുണ്ട്, വെള്ളത്തടിയാണ്. പിന്നെ നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്കിന് ഈ വേഷം എന്ന് പറയുന്നത് പച്ച, അത് കൃഷ്ണന്റെ വേഷമാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് രുക്മിണിയുടെ മിനുക്ക് വേഷമാണ്. മിനുക്കാൻ തോന്നുന്നല്ലേ, മിനുക്കാൻ തോന്നുന്നു. പിന്നെ അർജുനന്റെ വേഷമാണിത്, പച്ച വേഷം. ഞാൻ സംശയിച്ചോട്ടെ, ഈ അർജുനും കൃഷ്ണനൊക്കെ പച്ച ഒരുമിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ഏതാണ് തിരിച്ചറിയാൻ പറ്റും നമുക്ക്? അത് കൃഷ്ണൻ എന്നാലും നീല കളറാണ്. ഇത് കണ്ട അവരുടെ തലയിലെ സാധനങ്ങൾ, അത് രണ്ടു തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഇതെന്ന് പറയണത് ദുശ്ശാസനാണ്. ദുശ്ശാസൻ ചുവന്ന താടി, അങ്ങനെ അറ്റത്ത് നമ്മൾ കണ്ടാലറിയാം കാട്ടാളൻ, അത് കരിവേഷം. അങ്ങനെ ആ സെക്ഷൻ കഴിഞ്ഞു. ഇനി പഠിത്തം പോകാൻ പോകുന്നത്
ഇവിടുന്ന് കയറി ഒരു ടൈറ്റാനിക് ഒക്കെ ഇരിക്കുന്നു. ഇതാണ് നമ്മുടെ കലപ്പ എന്ന് പറയണ കണ്ടത്തിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഞാനും ഒറിജിനൽ കലപ്പ ആദ്യമായിട്ട് കാണുന്ന കേട്ടോ. ഇത് ഇവിടെ കാണുന്നു. ചായ ലവേഴ്സിനാണ് ഈ സാധനം കളിക്കുന്നത്. ചായയുടെ ഉത്ഭവം എവിടെ നിന്നാണ് ഉണ്ടായെന്ന് വെച്ചാൽ ഈ സാധനം ഇതിൽ ചായ ഉണ്ടാക്കുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് എന്നൊക്കെ. ഉയരം കൂടുതലും ചായക്ക് ടേസ്റ്റ് കൂടുന്നു അറിയുന്നത്, പക്ഷെ ഇതിൽ ചായ ഉണ്ടാക്കുമ്പോൾ കൊടുക്കുന്ന ടേസ്റ്റ് ആണ് വേറെ. അത് നമ്മുടെ അച്ഛനും അമ്മയും അമ്മൂമ്മമാരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. ഇതിലുണ്ടാകുന്ന ചായക്ക് പ്രത്യേക ടേസ്റ്റ് ആണ്. ഇത് അത്യാവശ്യം ഓൾമോസ്റ്റ് എവരി ലുക്ക് ആൻഡ് കോണ നമ്മള് വീഡിയോ എടുത്തിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഗ്യാസിബോ കൾച്ചർ സെന്റർ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാരും എപ്പോഴെങ്കിലും ഷൊർണൂർ പാലക്കാട് റോഡില് പുല്ലാപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ പോവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക. അത്യാവശ്യം നല്ലൊരു സ്മോൾ ഗ്യാതറിംഗ് സെക്ഷൻ ആണിത്. ഒരു വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു സെക്ഷനാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.